മീൻകറി ഉണ്ടാക്കി മീൻ വറുത്തതിന് ശേഷം ഉണ്ടല്ലോ അടുക്കളൻ്റെ കോലം ദേ ഇതുപോലെ ആയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കോലത്തിലുള്ള അടുക്കളയിലില്ലേ നിന്ന് പാചകം ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ ഞാൻ മീൻകറി വറവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടി എൻ്റെ ഒക്കത്ത് കയറി ഇരുന്നിട്ടുണ്ട്. മീൻ വറുത്തിട്ട് സ്റ്റൗവിലും അതുപോലെ അതിൻ്റെ പരിസരത്തൊക്കെ നല്ലോണം എണ്ണ തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു, അല്ലെങ്കിൽ അടുക്കള ഒട്ടും വൃത്തി ഉണ്ടാവില്ല. ഞാനത് വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ചോറൊക്കെ വിളമ്പാൻ നിന്ന്. ചോറും പിന്നെ കറിയും ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് സോയ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാത്രിയിലേക്ക് ബാക്കി ഉണ്ടായിരുന്നു. കറി മീൻകറി തന്നെ എടുത്തുട്ടോ, കാരണം ഉച്ചയ്ക്കുള്ള കറി ഉച്ചയ്ക്ക് തന്നെ നന്നായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ രാത്രി മീൻകറി ഉള്ളതുകൊണ്ട് ആ കറി എടുത്തിട്ടുണ്ടായിരുന്നില്ല. മീൻ വറുത്തത് മീൻ കറി മാത്രം കൂട്ടി കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ സോയ വറുത്തത് ഉണ്ടെങ്കിലും എനിക്കൊരു പപ്പടം കൂടെ വേണം തോന്നിയിട്ട് പിന്നെ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ പുളിയിഞ്ചി ഉണ്ണിക്കുട്ടിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അതും കുറച്ച് വെച്ചിട്ട് പിന്നെ എനിക്ക് അച്ചാറും കൂട്ടി കഴിക്കാൻ തോന്നിയിട്ടോ. അച്ചാർ കഴിക്കുന്നത് അത്ര നല്ലതില്ല, പക്ഷേ എനിക്കാണെങ്കിൽ ഈ അച്ചാറില്ലാതെ എന്തോ ഇറങ്ങില്ല. ഉണ്ണിക്കുട്ടി ചിലപ്പോഴേ മീൻ കൂട്ടി കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവനെ കുറച്ച് ഉരുളക്കിഴങ്ങ് വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ